ഹലോ ഗൈസ്, ദ സ്റ്റാർസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് എന്തിനാണെന്നല്ലേ, ഒരു വ്യക്തിയെക്കുറിച്ച് പറയാനാണ്. വേറെ ആരുമല്ല, മെസ്സി. ഒരു ഇതിഹാസത്തിന്റെ പൂർണ്ണ കഥ. ഫുട്ബോൾ എന്ന കളിയെ വെറും 90 മിനിറ്റിന്റെ മത്സരമായി മാത്രം കാണുന്നവരുണ്ട്. എന്നാൽ ചിലർക്ക് ഫുട്ബോൾ ഒരു വികാരമാണ്, ഒരു സ്വപ്നമാണ്, ഒരു ജീവിതമാണ്. ആ സ്വപ്നത്തിന് ലോകം നൽകിയ ഏറ്റവും മനോഹരമായ പേരുകളിലൊന്നാണ് ലയണൽ മെസ്സി. അർജന്റീനയിലെ റൊസാരിയോയിൽ നിന്ന് ലോക ഫുട്ബോളിന്റെ നെറുകയിലേക്ക് വളർന്ന മെസ്സിയുടെ യാത്രാ പ്രതിഭയുടെയും പോരാട്ടത്തിന്റെയും തിരിച്ചുവരവിന്റെയും കഥയാണ്. 1987 ജൂൺ 24 റൊസാരിയോയിൽ ജനിച്ച മെസ്സി ചെറുപ്പം മുതലേ ഫുട്ബോളിനോട് അസാധാരണമായ അടുപ്പം പ്രകടിപ്പിച്ചു. പന്തിനൊപ്പം വളർന്ന ആ കുട്ടിയുടെ കഴിവ് വളരെ പെട്ടെന്ന് തന്നെ പരിശീലകരുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ ബാല്യത്തിൽ തന്നെ വളർച്ചാ ഹോർമോണുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നം മെസ്സിയുടെ മുന്നിൽ വലിയ വെല്ലുവിളിയായി. ചികിത്സയുടെ ചെലവും കുടുംബത്തിന് ഭാരമായിരുന്നു. അപ്പോഴാണ് സ്പെയിനിലെ ബാഴ്സലോണ മെസ്സിയുടെ പ്രതിഭ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് പുതിയൊരു വഴി തുറന്നത്. കുടുംബത്തോടൊപ്പം സ്പെയിനിലെത്തിയ മെസ്സി ബാഴ്സലോണയുടെ ലാമാസിയ അക്കാദമിയിൽ പരിശീലനം ആരംഭിച്ചു. ചെറിയ ശരീരവും അതിശയിപ്പിക്കുന്ന വേഗതയും പന്തിന്മേലുള്ള അസാധാരണ നിയന്ത്രണവും മെസ്സിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി. സീനിയർ ടീമിലെത്തിയതോടെ ലോകം മെസ്സിയുടെ പ്രതിഭ നേരിട്ട് കണ്ടു തുടങ്ങി. ഗോളുകൾ, അസിസ്റ്റുകൾ, കിരീടങ്ങൾ, വ്യക്തിഗത പുരസ്കാരങ്ങൾ, റെക്കോർഡുകൾ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി മെസ്സിയുടെ പേരിലായി. പന്ത് കാലിൽ കിട്ടുമ്പോൾ എതിരാളികളെ മറികടന്ന് മുന്നേറുന്ന വേഗതയും ചെറിയ ഇടങ്ങളിൽ പോലും പന്ത് നിയന്ത്രിക്കുന്ന കഴിവും കൃത്യമായ പാസുകളും അതിശയിപ്പിക്കുന്ന ഫിനിഷിംഗുമാണ് അദ്ദേഹത്തെ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാക്കി മാറ്റിയത്. എന്നാൽ ക്ലബ് ഫുട്ബോളിൽ മെസ്സി എല്ലാം സ്വന്തമാക്കിയപ്പോഴും അർജന്റീനയ്ക്കായി ഒരു വലിയ കിരീടം നേടുക എന്നത് അദ്ദേഹത്തിന്റെ കരിയറിലെ വലിയ കാത്തിരിപ്പായിരുന്നു. 2014 ലോകകപ്പ് ഫൈനലിലെ തോൽവിയും തുടർന്നുള്ള കോപ്പ അമേരിക്ക ഫൈനലുകളിലെ നിരാശയും മെസ്സിയെ വേദനിപ്പിച്ചു. വിമർശനങ്ങൾ ശക്തമായി. ഒടുവിൽ ദേശീയ ടീമിൽ നിന്ന് വിരമിക്കുമെന്ന പ്രഖ്യാപനം വരെ മെസ്സി നടത്തി. പക്ഷേ അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നു. 2021 കോപ്പ അമേരിക്കയിൽ ബ്രസീലിനെതിരായ ഫൈനലിൽ അർജന്റീന വിജയിച്ചപ്പോൾ മെസ്സിയുടെ കണ്ണുകളിൽ നിറഞ്ഞത് വർഷങ്ങളായുള്ള കാത്തിരിപ്പിന്റെ സന്തോഷമായിരുന്നു. ദേശീയ ടീമിനൊപ്പം ആദ്യത്തെ വലിയ കിരീടം സ്വന്തമാക്കിയെങ്കിലും മെസ്സിയുടെ ഏറ്റവും വലിയ സ്വപ്നം അപ്പോഴും ബാക്കിയായിരുന്നു, ലോകകപ്പ്. 2022 ഖത്തർ ലോകകപ്പിൽ അർജന്റീനയുടെ ക്യാപ്റ്റനായി മെസ്സി ഇറങ്ങി. ആദ്യ മത്സരത്തിലെ തോൽവിക്ക് ശേഷം അർജന്റീന ശക്തമായി തിരിച്ചു വന്നു. ഓരോ മത്സരത്തിലും മെസ്സി ടീമിന്റെ നേതാവായി. ഒടുവിൽ ഫ്രാൻസിനെതിരായ ഫൈനൽ ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ മത്സരം പെനാൽറ്റി ഷൂട്ടിലേക്ക് നീങ്ങി. അർജന്റീന വിജയിച്ചു. മെസ്സി ലോക ചാമ്പ്യനായി. വർഷങ്ങളായി പിന്തുടരുന്ന സ്വപ്നം ഒടുവിൽ അദ്ദേഹത്തിന്റെ കൈകളിലെത്തി. പിന്നീട് ബാഴ്സലോണയിൽ നിന്ന് പാരീസ് സെന്റ് ജർമ്മനിയിലേക്കും തുടർന്ന് അമേരിക്കയിലെ ഇന്റർ മയാമിയിലേക്കും മെസ്സിയുടെ കരിയർ നീണ്ടു. ഓരോ ഘട്ടത്തിലും പുതിയൊരു അധ്യായം എഴുതിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. എന്നാൽ മെസ്സിയുടെ കഥയുടെ അവസാന വലിയ അധ്യായം 2026 ലോകകപ്പായിരുന്നു. 39-ാം വയസ്സിൽ അർജന്റീനയുടെ ക്യാപ്റ്റനായി മെസ്സി വീണ്ടും ലോകകപ്പ് വേദിയിലെത്തി. 2026 ലോകകപ്പിൽ അർജന്റീന ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും വിജയിച്ച് മുന്നേറി. നോക്കൌട്ട് ഘട്ടത്തിലും മികച്ച പ്രകടനം തുടർന്ന അർജന്റീന ഒടുവിൽ ഫൈനലിലെത്തി. ലോകകപ്പ് കിരീടം നിലനിർത്താനുള്ള അവസരമായിരുന്നു മുന്നിൽ. ഫൈനലിൽ സ്പെയിൻ ആയിരുന്നു എതിരാളികൾ. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ നിശ്ചിത സമയത്ത് ഗോൾ പിറന്നില്ല. അധിക സമയത്ത് ഫെറാൻ ടോറസ് നേടിയ ഗോളിലൂടെ സ്പെയിൻ 1-0 വിജയിച്ചു. അർജന്റീനയുടെ കിരീട പ്രതീക്ഷ അവസാനിച്ചെങ്കിലും 2026 ലോകകപ്പിലെ മെസ്സിയുടെ വ്യക്തിഗത പ്രകടനം ശ്രദ്ധേയമായിരുന്നു. 8 ഗോളുകളും 4 അസിസ്റ്റുകളും നേടി അദ്ദേഹം ടീമിനെ ഫൈനലിലേക്ക് നയിച്ചു. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമെന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. 2026 ലോകകപ്പ് മെസ്സിയുടെ അവസാന ലോകകപ്പ് ആയിരിക്കുമെന്ന വിലയിരുത്തലുകൾ ശക്തമാണ്. എന്നാൽ ഫുട്ബോളിൽ നിന്ന് എപ്പോൾ പിന്മാറണമെന്ന തീരുമാനം മെസ്സി തന്നെയാണ് എടുക്കേണ്ടതെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ക്ലൗഡിയോ ടാപ്പിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെയാണ് മെസ്സിയുടെ ജീവിതത്തിലെ മറ്റൊരു വലിയ വേദന എത്തിയത്. 2026 ലോകകപ്പിന് ശേഷം പിതാവ് ജോർജെ മെസ്സി അന്തരിച്ചു. മെസ്സിയുടെ ജീവിതത്തിലും കരിയറിലും നിർണായക പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു ജോർജെ. പിതാവിന്റെ വിയോഗത്തിന് പിന്നാലെ ഫുട്ബോൾ കരിയർ തുടരുമോ എന്നതിനെക്കുറിച്ച് മെസ്സി തന്നെ സംശയം പ്രകടിപ്പിച്ചിരുന്നു. റൊസാരിയോയിലെ ഒരു ചെറിയ കുട്ടിയിൽ നിന്ന് ലോകകപ്പ് ഉയർത്തിയ അർജന്റീനയുടെ ക്യാപ്റ്റനിലേക്കും പിന്നീട് മറ്റൊരു ലോകകപ്പ് ഫൈനലിലേക്ക് ടീമിനെ നയിച്ച 39-കാരനായ ഇതിഹാസത്തിലേക്കുമുള്ള യാത്രയാണ് ലയണൽ മെസ്സിയുടെ കഥ. വിജയങ്ങൾ മാത്രമല്ല, പരാജയങ്ങളും കണ്ണീരും വിമർശനങ്ങളും തിരിച്ചുവരവുകളും ഈ കഥയുടെ ഭാഗമാണ്. ഫുട്ബോൾ ചരിത്രത്തിൽ ഒരുപാട് മഹാത്മാർ വന്നിട്ടുണ്ട്. പക്ഷെ ചില പേരുകൾ കാലം കടന്നുപോയാലും മായില്ല. അത്തരത്തിലൊരു പേരാണ് ലയണൽ മെസ്സി. ഒരു താരം, ഒരു ക്യാപ്റ്റൻ, ഒരു ചാമ്പ്യൻ, റെക്കോർഡുകളുടെ ഉടമ, കോടിക്കണക്കിന് ആരാധകരുടെ വികാരം. മെസ്സിയുടെ കഥ ഒരുപക്ഷെ അവസാനത്തിലേക്ക് നീങ്ങുകയായിരിക്കാം. പക്ഷേ ഫുട്ബോൾ ലോകത്ത് മെസ്സി എന്ന അധ്യായം ഒരിക്കലും അവസാനിക്കില്ല.